കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് ഹിന്ദി വാക്കുകളാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹിന്ദി ഭയമില്ലാതെ സംസാരിക്കുക, എളുപ്പത്തിൽ സംസാരിക്കാം. അതിനുവേണ്ടി കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വാക്കുകളാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ പറഞ്ഞു തുടങ്ങാം. നമ്മൾ ഒരാളോട് വീണ്ടും സംസാരിക്കാൻ വേണ്ടി എങ്ങനെയാണ് പറയുന്നത്? ദുബാര ബോലോ, ദുബാര ബോലോ എന്ന് വെച്ചാൽ വീണ്ടും സംസാരിക്കുക, ദുബാര ബോലോ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പറയാം, ഫിർസെ ബോലോ. ഫിർസെ എന്ന് പറഞ്ഞാലും പിന്നെ ഒന്നുകൂടെ സംസാരിക്കാനാണ്. ഫിർസെ ബോലോ, ഫിർസെ ബോലോ. പിന്നെ തമീസെ ബാത് കറോ, തമീസെ തമീസെ ബാത് കറോ. തമീസെ ബാത് കറോ എന്ന് പറഞ്ഞാൽ നീ മര്യാദക്ക് സംസാരിക്കുക, തമീസെ ബാത് കറോ. അതുപോലെ ഇസ്കെ സാത്ത് ചകടാ മത് കറോ, ഇസ്കെ സാത്ത് ചകടാ മത് കറോ. തമീസെ ബാത് കറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദക്ക് സംസാരിക്കുക, നേരെ സംസാരിക്കുക, മര്യാദക്ക് സംസാരിക്കാനാണ്. അതുപോലെ ഫിർസെ ബോലോ എന്ന് പറഞ്ഞാൽ വീണ്ടും പറയാൻ, വീണ്ടും സംസാരിക്കുക. ദുബാര ബോലോ എന്ന് പറഞ്ഞാൽ വീണ്ടും സംസാരിക്കുക. തമീസെ ബോലോ എന്ന് പറഞ്ഞാൽ മര്യാദക്ക് സംസാരിക്കുക. ചകടാ മത് കറോ, ഇസ്കെ സാത്ത് ചകടാ മത് കറോ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നിങ്ങൾ ഇവനുമായിട്ട് വഴക്കുണ്ടാക്കരുതും, നീ ഇവനുമായിട്ട് വഴക്കുണ്ടാക്കരുതും. ഇസ്കെ സാത്ത് ചകടാ മത് കറോ, തമീസെ ബാത് കറോ, ഇസ്കെ സാത്ത് ചകടാ മത് കറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനുമായിട്ട് വഴക്കുണ്ടാക്കരുതും, മര്യാദക്ക് സംസാരിക്കുക. ആഖോ മേ ദേക്കർ ബാത് കറോ, ആഖോ മേ ദേക്കർ, മേരെ ആഖോ മേ ദേക്കർ ബാത് കറോ എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കുക. മേരെ ആഖോ മേ ദേക്കർ ബാത് കറോ, മേരെ ആഖോ മേ ദേക്കർ ബാത് കറോ, മേരെ ആഖോ മേ ദേക്കർ ബാത് കറോ. അങ്ങനെ പറയണം. എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം ഒരു ഹിന്ദിക്കാരനായിട്ട് ഇച്ചിരി ഒരു കലിപ്പും മൂടിലൊക്കെ നിൽക്കുകയാണ് നിങ്ങളെങ്കിൽ എൻ്റെ കണ്ണി നോക്കി സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ പറയാം, മേരെ ആഖോ മേ ദേക്കർ ബാത് കറോ, മേരെ ആഖോ മേ ദേക്കർ ബാത് കറോ. ആഖെന്ന് വെച്ചാൽ കണ്ണ്, ദേക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കൊണ്ട് സംസാരിക്കുക, എൻ്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് സംസാരിക്കുക എന്നാണ്. മേരെ ആഖോ മേ ദേക്കർ ബാത് കറോ, തമീസെ ബാത് കറോ. തമീസ എന്ന് പറഞ്ഞാൽ മര്യാദക്ക് സംസാരിക്കുക, അങ്ങനെയാണ്. പിന്നെ തുമേക്ക് ബേവക്കൂഫോ, തുമേക്ക് ബേവക്കൂഫോ എന്ന് പറഞ്ഞാൽ നീ ഒരു മണ്ടനാണ്. തുമേക്ക് ബേവക്കൂഫോ എന്ന് പറഞ്ഞാൽ നീ ഒരു ബുദ്ധിയില്ലാത്തവനാണ്, ബേവക്കൂഫ്. അതുപോലെ നിങ്ങൾ അയാളിനിപ്പം ഒരു ബുദ്ധിയുള്ള ആളാണ്, ഒരു തിരിച്ചറിവുള്ള വ്യക്തിയാണെന്ന് പറയണേ എങ്ങനെ? ഓയക്ക് സമജ്ദാർ ആദ്മി ഹൈ, ഓയക്ക് സമജ്ദാർ ആദ്മി ഹൈ, നൈതോ തൂ ഏക്ക് സമജ്ദാർ ആദ്മി ഹൈ ക്യാ എന്ന് ചോദിക്കാം. ഇപ്പോൾ അവനൊരു തിരിച്ചറിവുള്ളവനാണെന്ന് പറയാം. അതുപോലെ ഇപ്പോൾ അവനൊരു തിരിച്ചറിവുള്ളവനാണോ എന്ന് ചോദിക്കണമെങ്കിൽ തൂ ഏക്ക് സമജ്ദാർ ആദ്മി ഹൈ ക്യാ എന്ന് ചോദിക്കാം. അതുപോലെ നിങ്ങൾക്കിപ്പം ഒരാളുടെ അടുത്ത് പറയണം, എനിക്ക് നിന്നോട് ഭയങ്കര ദേഷ്യം വന്നിരിക്കുകയാണ്, നീ എൻ്റെ അടുത്ത് സംസാരിക്കണ്ട. അതെങ്ങനെ പറയും? മുझे तुमसे बहुत गुस्सा है इसलिए तुम मुझसे बात मत करना. അങ്ങനെ പറയണോ? അല്ല, ഇങ്ങനെ പറഞ്ഞാൽ മതി. मैं तुमसे बात करना नहीं चाहता, मैं तुमसे बहुत नाराज़ हूँ, बहुत नाराज़ हूँ എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നോട് ഭയങ്കര ദേഷ്യമാണ്, ഞാനതുകൊണ്ട് നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. मैं तुमसे बात करना नहीं चाहता, मैं तुमसे नाराज़ हूँ, ഞാൻ നിന്നോട് പിണക്കാണ്, നീ എന്നോട് സംസാരിക്കണ്ട. അല്ലെങ്കിൽ मैं तुमसे गुस्सा हूँ इसलिए तुम मुझसे बात मत करना. അങ്ങനെ പറയാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ അടുത്ത് ഇപ്പോൾ ഇങ്ങനെ പറയണം, നീ നാളെ തൊട്ട് എന്നെ കാണാൻ വരണ്ട, നീ നാളെ തൊട്ട് എന്നെ കാണാൻ വരണ്ട. എങ്ങനെ പറയും? तू कल से मुझे देखने के लिए मत आना, तू कल से मुझे देखने के लिए मत आना. അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, तू मुझसे देखने के लिए कल से नहीं आना, तू मुझे देखने के लिए कल से नहीं आना എന്ന് പറയാം. ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ വരരുതെന്നാണെങ്കിൽ എങ്ങനെ പറയണം? तू कल से मुझसे मिलने के लिए मेरे घर पे नहीं आना, तू मुझसे मिलने के लिए मेरे घर पे नहीं आना എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വരരുതും എന്നാണ്. അതുപോലെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫോൺ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പം നിങ്ങളായിട്ട് സംസാരിക്കുന്ന ആളുടെ ശബ്ദം നിങ്ങൾക്ക് ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെ പറയണം? മുझे तुम्हारा आवाज़ नहीं सुन रहा है, शोर से बोलो, शोर से बोलो എന്ന് പറഞ്ഞാൽ എനിക്ക് നിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല, നീ ഇച്ചിരി ഒച്ചത്തിൽ സംസാരിക്കുക, നീ ഇച്ചിരി ഒച്ചത്തിൽ സംസാരിക്കുക.
മുझെ തുമ്ഹാരാ ആവാസ് സുനായി നഹീ ദേ രഹാ ഹൈ സോർ സെ ബോലോ എന്ന് പറയാം. മുझे തുമ്ഹാരി ആവാസ് സുനായി നഹീ ദേ രഹാ ഹൈ സോർ സെ ബോലോ എന്ന് പറഞ്ഞാൽ എനിക്ക് നിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കുക എന്നാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരാളുടെ അടുത്ത് സാവകാശം സംസാരിക്കാൻ പറയണേ എങ്ങനെയാണ്? ആരാംസെ ബോലോ, തൂ ആരാംസെ ബോലോ, തൂ ആരാംസെ ബോലോ, തൂ ആരാംസെ ബോലോ, അല്ലെ തും ആരാംസെ ബോലോ, തും ആരാംസെ ബോലോ. ആരാമെന്ന് പറഞ്ഞാൽ പതുക്കെ സാവകാശം സംസാരിക്കുക. ആരാംസെ ബോലോ എങ്ങനെയാണ്? ആരാംസെ ബോലോ, ആരാംസെ, തും ആരാംസെ ബോലോ. ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആദ്യമേ പറഞ്ഞെന്തായിരുന്നു? मेरे आँखों में देखकर बात करो, मेरे आँखों में देखकर तू बात करो, तू मेरे आँखों में देखकर बात करो. എൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കുക. തമീസെ ബാത് കറോ, മര്യാദക്ക് സംസാരിക്കുക. തമീസെ ബാത് കറോ. അതുപോലെ ഇനി നിങ്ങൾക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ കൂടെ ഒരാളോട് വരാൻ പറയണം. എങ്ങനെ പറയാം? നമുക്ക് ഒരുമിച്ച് പോകാം, ഒരുമിച്ച് നടന്നു പോകാമെന്ന് എങ്ങനെ പറയും? ആപ് മേരെ സാത്ത് ആവോ, ആപ് മേരെ സാത്ത് ആവോ, ഹം ചൽക്കർ ജായേംഗെ, ഹം ചൽക്കർ ജായേംഗെ, ആപ് മേരെ സാത്ത് ആവോ, ഹം ചൽക്കർ ജായേംഗെ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വരൂ, നമുക്ക് നടന്നു പോകാം. അല്ലെങ്കിൽ ആപ് മേരെ സാത്ത് ആവോ, ആപ് മേരെ സാത്ത് ആവോ, മേരെ ഗാഡി മേ ചലേംഗെ, മേരെ ഗാഡി മേ ചലേംഗെ, ആപ് മേരെ സാത്ത് ആവോ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ആദ്യമേ പറഞ്ഞത് നമുക്ക് നടന്നു പോകാമെന്ന്, രണ്ടാമത് പറഞ്ഞത് നിങ്ങൾ എൻ്റെ കൂടെ വാ, നമുക്ക് എൻ്റെ വണ്ടിയിൽ പോകാം. ആപ് മേരെ സാത്ത് ആവോ, ഹം ആപ്കോ ഗാഡി മേ ലേ ജായേംഗെ എന്നും പറയാം. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാറിൽ കൊണ്ടുപോകാം, ഗാഡിയിൽ കൊണ്ടുപോകാം. വണ്ടി എന്ന് പറയുന്നത് ഗാഡി എന്നാണ്. ഗാഡി മേ ലേ ജായേംഗെ, കൊണ്ടുപോകാം. അല്ലെങ്കിൽ ആപ് മേരെ സാത്ത് ആവോ, മേരെ ഗാഡി മേ ചലേംഗെ, എൻ്റെ വണ്ടിയിൽ പോകാം എന്ന് പറയാം. ഇപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ അടുത്ത് ഇപ്പം അവൻ നിങ്ങളുടെ വണ്ടിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അവനോട് പറയുവാണ്, ഇച്ചിരി ദേഷ്യപ്പെട്ട് പറയുവാണ്, തു മേരെ ഗാഡി സെ ഉദർ ജാओ, തു മേരെ ഗാഡി സെ ഉദർ ജാओ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നീ എൻ്റെ കാറിൽ നിന്ന് പുറത്തിറങ്ങ്, എൻ്റെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങ്. തു മേരെ ഗാഡി സെ ഉദർ ജാओ, അരേ തു ഗാഡി സെ ഉദർ ജാओ എന്ന് പറയാം. അങ്ങനെ ദേഷ്യപ്പെട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള വാക്കാണ് കേട്ടോ അത്. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല, അപ്പോൾ എങ്ങനെ പറയണം? വീട്ടിൽ അച്ഛനോട് അമ്മയോട് പറയുവാണ്, എനിക്ക് സ്കൂളിൽ നിന്ന് പോകാൻ താല്പര്യമില്ല. ആജ് മേ സ്കൂൾ മേ ജാനാ പസന്ദ് നഹീ കർത്താ, മുझे സ്കൂൾ നഹീ ജാനാ ഹൈ എന്ന് പറയാം. ആജ് മുझे സ്കൂൾ നഹീ ജാനാ ഹൈ അങ്ങനെ പറയാം. എനിക്കിന്ന് സ്കൂളിൽ പോകണ്ട. ആജ് മുझे സ്കൂൾ നഹീ ജാനാ ഹൈ. അതുപോലെ ഇന്ന് എനിക്ക് പഠിക്കേണ്ടെന്ന് പറയണത് എങ്ങനെയാണ്? ആജ് മുझे പടായി നഹീ കർനാ ഹൈ, ആജ് മുझे പടായി നഹീ കർനാ ഹൈ, ആജ് മുझे പടായി നഹീ കർനാ ഹൈ, ആജ് മുझे പടായി നഹീ കർനാ ഹൈ എന്ന് പറയാം. എനിക്കിന്ന് പഠിക്കണ്ട, അത്രേ ഉള്ളൂ. പഠിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ പറയണം, പഠിക്കണ്ട, എനിക്കിന്ന് പഠിക്കണ്ട, അത്രേ ഉള്ളൂ. എളുപ്പമല്ലേ? ഇനിയിപ്പം തുറന്നടക്കണം, ജനലടക്കണമെങ്കിൽ എങ്ങനെ പറയണം? നിങ്ങളുടെ വീട്ടിൽ മഴ പെയ്തുകൊണ്ടിരിക്കുക, പുറത്ത് ഭയങ്കരമായിട്ട് കാറ്റടിയും മഴയൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പം അമ്മയെ വിളിച്ചിട്ട് പറയണം, അമ്മയെ ഈ ജനലടക്ക്. എങ്ങനെ പറയണം? മാജി ഓ കിടക്കി ബന്ദ് കറോ, മാജി വോ കിടക്കി ബന്ദ് കറോ, മാജി ഓ കിടക്കി ബന്ദ് കറോ, മാജി വോ കിടക്കി ബന്ദ് കറോ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ചേട്ടനെ വിളിച്ചിട്ട് പറയണം, ബായ് ഓ കിടക്കി ബന്ദ് കറോ, അരെ ബായ് ഓ കിടക്കി ബന്ദ് കറോ. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വേലക്കാരൻ ജോലിക്കാരനോട് പറയണം ജനലടക്കാൻ. എങ്ങനെ പറയണം? അരെ രാമു ഓ കിടക്കി ബന്ദ് കറോ, തൂ ജാക്കെ ഓ കിടക്കി ബന്ദ് കറോ, നീ പോയി ആ ജനലടക്ക്. കിടക്കി എന്ന് പറഞ്ഞാൽ ജനലെന്നാണ്, ജനലടക്ക്. ബന്ദ് കറോ എന്ന് പറഞ്ഞാൽ അടക്കുക. ഇനിയിപ്പം ആ വാതിൽ തുറക്കാൻ വേണ്ടി പറയണം, അതെങ്ങനെ പറയണം? ഇപ്പോൾ ജനലാണ് തുറക്കാൻ വേണ്ടി പറയണമെങ്കിൽ ഓ കിടക്കി ഗോലോ, ഓ കിടക്കി ഖോലോ. അത് നിങ്ങൾക്ക് ആരോട് പറയണമെങ്കിലും പറയാം. ഇപ്പം അമ്മയോട് പറയണമെങ്കിൽ അമ്മ ഓ കിടക്കി ഖോലോ, അല്ലെങ്കിൽ അച്ഛനോടാണെങ്കിൽ പിതാജി ഓ കിടക്കി ഖോലോ, ഖോലോ. അല്ലെങ്കിൽ ഖോൽ സക്താ ഹൈ ക്യാ എന്ന് ചോദിക്കുക. ആപ്പ് കിടക്കി ഖോൽ സക്താ ഹൈ ക്യാ പിതാജി എന്ന് ചോദിക്കുക. അച്ഛനൊക്കെ ആകുമ്പോൾ ഇച്ചിരി ബഹുമാനത്തിൽ പറയണമല്ലോ, അമ്മയാണേലും പറയണം. അതിപ്പം ആപ്പ് ഓ കിടക്കി ഖോൽ സക്താ ഹൈ ക്യാ മാതാജി, അല്ലെങ്കിൽ ആപ്പ് ഓ കിടക്കി ഖോൽ സക്താ ഹൈ ക്യാ പിതാജി എന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കണം, മനസ്സിലായോ? അതുപോലെ നിങ്ങൾക്കിപ്പം ആ വാതിൽ തുറക്കണം. അപ്പോൾ എങ്ങനെ പറയും? മാവോ വാതിൽ മാവോ ദർവാസ ഖോലോന, മാവോ ദർവാസ ഖോലോന. പിതാജി അച്ഛനോടാണ് പറയണമെങ്കിൽ പിതാജി
आप वो दरवाज़ा खोल सकता है क्या? आप वो दरवाज़ खोल सकता है क्या എന്ന് ചോദിക്കാം. എന്നാൽ ജനൽ വാതിൽ ഒന്ന് തുറക്കുമോ എന്നാണ്. ദർവാസ എന്ന് പറഞ്ഞാൽ വാതിലെന്നാണ്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പം ആ വാതിൽ പുറത്തുനിന്ന് പൂട്ടണം. അപ്പോൾ എങ്ങനെ പറയും? മാതാജി മാ എന്ന് പറയാം. മാ ആപ്പ് वो दरवाज़ा बाहर से ताले से बंद करो ना. आप वो दरवाजे को बाहर से താലേ സെ ബന്ദ് കറോന എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ താഴെ പൂട്ടിട്ട് അത് പൂട്ടാൻ പുറത്തുനിന്ന്. അങ്ങനെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറിൻ്റെ അടുത്ത് ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ മിണ്ടാതിരിക്കണം എന്ന് ടീച്ചർ പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ലീഡറാണെന്ന് വെച്ചോ, ക്ലാസ്സിലെ ഒരു ലീഡറാണ്. അപ്പോൾ അവിടെ പിള്ളേർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ വരുമ്പോഴത്തേക്ക് ആ ടീച്ചറിൻ്റെ അടുത്ത് പറയണം. എങ്ങനെ പറയണം? अरे टीचर वो बच्चे लोग वहाँ पे बात कर रहा है, मैंने उसका नाम लिखा. അല്ലെങ്കിൽ वो लोग बात कर रहा था टीचर എന്ന് പറയണം. ടീച്ചർ वो लोग थोड़ी देर से बात कर रहा था എന്ന് പറയണം. അങ്ങനെ ഓരോ സാഹചര്യത്തിൽ നമുക്ക് പല രീതിയിൽ പറയേണ്ടി വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെള്ളം വേണമെന്ന് അങ്ങനെ ചോദിക്കും. അരെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മകനോടോ അല്ലെങ്കിൽ ഒരു ജോലിക്കാരനോടോ അല്ലെങ്കിൽ ഒരു അനിയത്തിയോടോ അല്ലെങ്കിൽ ഒരു ചേട്ടനോടോ ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങളങ്ങനെ ചോദിക്കണം, ഒരു ഗ്ലാസ് വെള്ളം വേണം. അരെ മാ മുझे പാനി ചാഹിയേ, അല്ലെങ്കിൽ അരെ ഭായ് മുझे തോടാസ പാനി ചാഹിയേ. തോടാസ എന്ന് പറഞ്ഞാൽ കുറച്ച്. അമ്മയെ കുറച്ച് വെള്ളം എന്താന്ന് പറയുകയാണെങ്കിൽ മാ തോടാസ പാനി ചാഹിയേ, എനിക്ക് കുറച്ച് വെള്ളം വേണം. അപ്പം നമുക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുതരും, നിങ്ങൾക്കത് കുടിക്കാം. അത് എളുപ്പത്തിൽ പറയാമല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആഹാരം വേണമെന്നാണെങ്കിൽ അരെ മുझे खाना चाहिए മാ, മുझे खाना चाहिए, മുझे खाना चाहिए എന്ന് പറയാം. അപ്പോൾ അതൊക്കെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ കുറേ വഴക്കിട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ വഴക്കിട്ടോണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് അവൻ്റെ അടുത്ത് പിന്നെ നിങ്ങൾക്ക് അത് പറഞ്ഞത് തെറ്റായെന്ന് തോന്നുകയാണെങ്കിൽ അവനോട് മാപ്പി ചോദിക്കണം. അതെങ്ങനെ ചോദിക്കുമെന്ന് പറയാം. അരെ രാഹുൽ ഇതറാവോ, അരെ രാഹുൽ ഇതറാവോ, ഇങ്ങോട്ട് വാ, രാഹുൽ ഇങ്ങോട്ട് വാ, എന്നോട് ക്ഷമിക്കണമെന്ന് പറയാനാണെങ്കിൽ രാഹുൽ ഇതറാവോ, മുझे माफ़ करो, मैंने तुमसे कल ऐसे बोला इसीलिए मुझे माफ़ कर दो, मुझे माफ़ करो എന്ന് പറയാം. അരെ രാഹുൽ मुझे माफ़ करो, कल मैंने तुमसे ऐसा बोला, माफ़ करो എന്നാണ്. ഇനിയിപ്പോൾ നിങ്ങൾ അമ്മയുടെ അടുത്താണ് തെറ്റ് പറയണമെങ്കിൽ അമ്മ ഇതറാവോ, മാ മുझे गलती हो गया, मुझसे മാഫ് കറോ, എൻ്റെ അമ്മ എനിക്ക് തെറ്റ് പറ്റി, നിങ്ങൾ എന്നോട് ക്ഷമിക്ക്. ഗലത്തി ഹോ ഗയ എന്ന് പറഞ്ഞാൽ തെറ്റ് പറ്റി, ക്ഷമിക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് ഒരു തെറ്റ് ചെയ്തെങ്കിൽ പിതാജി हमने गलती से आपसे कुछ कल बोल दिया, मुझे माफ़ कर दो, मुझे माफ़ कर दो എന്ന് പറയാം. അപ്പം അങ്ങനെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. അതുപോലെ നിങ്ങളിപ്പം നിങ്ങളുടെ അടുത്തൊരു പ്രായമുള്ള ആൾ വന്നിട്ട് വേണ്ട, നിങ്ങളിപ്പോൾ പുറത്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് സാധനമുണ്ട്. അതപ്പോൾ നിങ്ങൾ ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് ഒന്ന് പിടിക്കാവോ, എനിക്കൊന്ന് ഷൂവിൻ്റെ ലേസ് കെട്ടണം എന്നങ്ങനെ പറയും. അപ്പോൾ നിങ്ങളിങ്ങനെ പറയണം, നിങ്ങളുടെ കയ്യിലൊരു സാധനമുണ്ട് ഭാരമുള്ള, അപ്പോൾ അത് ഒരാളെ കൊടുത്തിട്ടാണല്ലേ നിങ്ങൾക്ക് ഷൂവിൻ്റെ ലേസ് കെട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളെങ്ങനെ പറയണം? അരെ ഭയ്യ ആപ്പ് ये चीज़ थोड़ी देर पकड़ सकता है क्या എന്ന് പറഞ്ഞാൽ ഭയ്യ അരെ ഭയ്യ थोड़ी देर आप इस चीज़ को पकड़ सकता है क्या, ഈ സാധനം ഒന്ന് കയ്യിൽ പിടിക്കുമോ? मुझे मेरा शू का लेस बांधना है, मुझे मेरा शू का लेस बांधना है. ബാന്ധന എന്ന് പറഞ്ഞാൽ കെട്ടണം, ഷൂവിൻ്റെ ലേസ് കെട്ടണം. അതുകൊണ്ട് നിങ്ങൾ ഈ സാധനം കുറച്ച് നേരത്തേക്ക് നിങ്ങളുടെ കയ്യിൽ പിടിക്കുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് കേൾക്കുന്ന ആൾ പറയും ക്യൂ നഹി മേ പക്കടുങ്ക എന്ന് പറയും. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് പറയേണ്ടത്? അരെ ഭായ് തൂ ചീസ് പക്കട് സക്താ ഹൈ ക്യാ, മുझे मेरा ഷൂ കാ ലേസ് ബാന്ധന ഹൈ എന്ന് പറയണം. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു കയറ് മേളിൽ കെട്ടണം. അപ്പോൾ നിങ്ങളൊരാളോട് പറയുകയാണ്, ഒരു ജോലിക്കാരനോടോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനോടോ ആരോടെങ്കിലും പറയുകയാണ്, अरे तुम जाकर वो रस्सी बांध दो, ऊपर वो रस्सी बांधो എന്ന് പറഞ്ഞാൽ മേളിൽ ആ കയറ് കെട്ടാൻ, രസ്സി എന്ന് പറഞ്ഞാൽ കയറ്, അത് കെട്ടാനാണ് പറയണത്. അപ്പോൾ ഒരാളുടെ അടുത്ത് നിങ്ങൾ പറയുകയാണ്, ജോലിക്കാരനായിട്ടാണെങ്കിൽ തും ജാക്കർ ഊപ്പർ ഒരു രസ്സി ബാന്ധോ, ജൽദി ജാക്കർ രസ്സി ബാന്ധോ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് ആ കയറ് കെട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനാണ് പറയണമെങ്കിൽ നിങ്ങൾ അരെ ദോസ്ത് ഇതറാവോ തും ജാക്കർ വോ രസ്സി ബാന്ധോ
അല്ലെങ്കിൽ ബാന്ധ് സക്താ ഹൈ ക്യാ എന്ന് ചോദിക്കാം. ഊപ്പർ വോ രസി ബാന്ധ് സക്താ ഹൈ ക്യാ അങ്ങനെ ചോദിക്കാം. അങ്ങനെ ഓരോ സാഹചര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നത് ഒരു യാത്ര പോകുമ്പം അല്ലെങ്കിൽ പുറത്തു പോകുന്ന സാഹചര്യത്തിലൊക്കെ സംസാരിക്കേണ്ടതാണ്. പക്ഷേ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുകയാണ്, നാളെ വരുമ്പോൾ നീ ഹോംവർക്കൊക്കെ ചെയ്തിട്ട് എൻ്റെ ബുക്ക് തിരിച്ചു തരണം. നാളെ നീ ഹോംവർക്കൊക്കെ ചെയ്തിട്ട് എൻ്റെ ബുക്ക് നീ തിരിച്ചു തന്നെ. എങ്ങനെ പറയും? कल तुम होमवर्क करने के बाद मेरा किताब मुझे वापस देना. कल तुम होमवर्क करने के बाद मेरा किताब वापस देना. कल तुम होमवर्क करने के बाद मेरा किताब वापस देना എന്ന് പറയണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കൂട്ടുകാരിയോടാണ് പറയണമെങ്കിൽ എങ്ങനെ പറയും? अरे रम्या जी तुम कल होमवर्क करने के बाद मेरा किताब वापस कर दीजिएगा അല്ലെങ്കിൽ करना എന്ന് പറയണം. അപ്പോൾ അവൾ ഹോംവർക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബുക്ക് തരും. അതുപോലെ നിങ്ങൾക്ക് ബുക്ക് വേണോ, എൻ്റെ ബുക്ക് നിനക്ക് വേണോ, അല്ലെങ്കിൽ എൻ്റെ പേന നിനക്ക് വേണോ, എൻ്റെ പേന നിനക്ക് വേണമെന്നാണെങ്കിൽ എങ്ങനെ പറയണമെന്ന് ഞാൻ പറയാം. മേരാ കലം തുമേ ചാഹിയേ ക്യാ, മേരാ കലം തുझे ചാഹിയേ ക്യാ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ മേരാ കലം തുമേ ചാഹിയേ ക്യാ എന്ന് പറഞ്ഞാൽ എൻ്റെ പേന നിനക്ക് വേണോ. കലം എന്ന് ഹിന്ദി പറഞ്ഞാൽ പേന എന്നാണ്. മേരാ കലം തുമേ ചാഹിയേ ക്യാ എന്ന് ചോദിക്കാം. വേണമെന്നാണെങ്കിൽ വേണമെന്ന് പറയും, അല്ലെങ്കിൽ അല്ലെന്ന് പറയും. അല്ലെന്ന് പറയുകയാണെങ്കിൽ നഹി ചാഹിയേ എന്ന് പറയും. വേണമെങ്കിൽ ദീജിയാന എന്ന് പറയും. അപ്പോൾ അത് നിങ്ങൾ ഓർത്തു വെക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ അടുത്ത് അല്ല കൂട്ടുകാരനെ വിടും. ഇപ്പം വേറെ നമുക്ക് പറയാം, നിങ്ങൾക്കിപ്പം വീട്ടിൽ ഇപ്പം അമ്മയെ വിളിച്ചിട്ട് പറയണം, അല്ലെങ്കിൽ അമ്മേനെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ചേട്ടനെ വിളിച്ചിട്ട്, ആരെ വിളിച്ചിട്ടെങ്കിലും പറയണം നിങ്ങൾക്ക് കുടിക്കാൻ കുറച്ച് പാല് വേണം. എങ്ങനെ പറയും? അരേ അമ്മ മുझे थोड़ा सा दूध चाहिए എന്ന് പറയണം. ദൂത് എന്ന് പറഞ്ഞാൽ പാല്, കുറച്ച് കുടിക്കാൻ പാല് വേണം. അല്ലെങ്കിൽ മുझे ചായ ചായ എന്ന് പറഞ്ഞാൽ എനിക്ക് ചായ വേണം. അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് പറയാം. ഇപ്പം നിങ്ങൾക്ക് കറണ്ട് പോയി, പെട്ടെന്ന് നിങ്ങൾക്ക് കറണ്ട് പോയി, നിങ്ങളിപ്പം വേറൊരു സ്ഥലത്ത് നിൽക്കുക, ദൂരെ ഒരു സ്ഥലത്ത് നിങ്ങൾ ഫ്ലാറ്റിൽ താമസിക്കുകയാണ്, അവിടെ ഹിന്ദിക്കാരേ ഉള്ളു. അപ്പോൾ അവിടെ ആയിട്ട് കറണ്ട് പോയി. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് കറണ്ടുകാരെ വിളിച്ചിട്ട് ഇലക്ട്രിസിറ്റിയിലൊക്കെ വല്ലതും വിളിച്ചിട്ട് പറയണം കറണ്ട് പോയെന്ന്. എങ്ങനെ പറയും? അരേ ഭയ്യ ഇധർ ബിജ്ലി ചലാ ഗയാ ഹൈ കബ് ആയേഗാ ബിജ്ലി, ബിജ്ലി നഹീ ഹൈ കബ് ആയേഗാ. ഹലോ ഭയ്യ കബ് ആയേഗാ ബിജ്ലി, യാപ്പേ ബിജ്ലി നഹീ ഹൈ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇവിടെ കറണ്ടില്ല, എപ്പോൾ കറണ്ട് വരും എന്നാണ് നമ്മൾ ആ ഇലക്ട്രിസിറ്റിയിലെ ആളെ വിളിച്ചിട്ട് ചോദിച്ചത്. അപ്പോൾ അയാൾ നിങ്ങളുടെ അടുത്ത് സമയം വരുന്ന ടൈം പറയും. തൊടി തീർക്കെ ബാധായക എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരുമെന്നാണ്, അങ്ങനെ പറയും ചിലപ്പോൾ. അതുപോലെ നിങ്ങൾക്കിപ്പോൾ പുറത്തു പോകുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ബൈക്ക് മേടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ അവനോട് എങ്ങനെ ചോദിക്കും? മനു തുമാരാ ബൈക്ക് മുझे चाहिए, അല്ലെങ്കിൽ വിഷ്ണു തുമാരാ ബൈക്ക് മുझे चाहिए, बाहर घूमने के लिए मेरे को तुम्हारा बाइक चाहिए, तू बाइक दे सकता है क्या थोड़ी देर के लिए എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നീ നിൻ്റെ ബൈക്ക് എനിക്ക് തരുമോ പുറത്ത് കറങ്ങാൻ പോകാൻ. घूमने के लिए എന്ന് പറഞ്ഞാൽ കറങ്ങാൻ പോകാൻ. മനു തുമാരാ ബൈക്ക് थोड़ी देर के लिए मुझे चाहिए, तू तेरा बाइक दे सकता है क्या, अले विष्णु तुम थोड़ी देर के लिए मेरे को तुम्हारा बाइक दे सकता है क्या, मुझे बाहर घूमने के लिए जाना है എന്ന് പറയണം. അപ്പോൾ നിങ്ങൾക്ക് ബൈക്ക് തരും, ലേ ജാവും എന്ന് പറയും. ഇനിയിപ്പോൾ കാറാണെങ്കിലും അങ്ങനെ തന്നെ പറയാം. മുझे घूमने के लिए तुम्हारा गाड़ी चाहिए, കാർ चाहिए എന്ന് പറയണം. गाड़ी चाहिए तुम्हारा गाड़ी का चावी मुझे दो, ചാവി എന്ന് പറഞ്ഞ താക്കോല്, എനിക്ക് പുറത്ത് പോകാൻ വേണ്ടി നിൻ്റെ കാറ് വേണം, നിൻ്റെ കാറിൻ്റെ താക്കോല് തരാൻ വേണ്ടി പറയാൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുറത്ത് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നിട്ട് കൂട്ടുകാരൻ്റെ അമ്മയുടെ അടുത്താണ് പറയേണ്ടത് കൂട്ടുകാരൻ്റെ വണ്ടിയുടെ താക്കോല് തരണമെന്ന്. അപ്പോൾ എങ്ങനെ പറയും? अरे माँ जी मुझे विष्णु का कार का गाड़ी का चावी चाहिए, मुझे बाहर जाना था घूमने के लिए, आप दे सकता है क्या എന്ന് ചോദിക്കണം. അപ്പോൾ അമ്മ അത് കേട്ടിട്ട് താക്കോൽ എടുത്തിട്ട് വന്ന് തരും. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ എളുപ്പത്തിൽ സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഹിന്ദിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹിന്ദിയെ പേടിക്കാതെ പഠിക്കുക, അപ്പോൾ ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് ഓഫാക്കാൻ വേണ്ടി പറയണമെങ്കിൽ എങ്ങനെ പറയണം? ഓ ലൈറ്റ് ഓഫ് കറോ, അരേ
രാമു ഇതറാവോ, ഇപ്പോൾ വേലക്കാരനാണെങ്കിൽ ഇങ്ങനെ വിളിച്ചിട്ട് പറയാം, രാമു ഇതറാവോ, ജാക്കർ വോ ലൈറ്റ് ഓഫ് കറോ, അങ്ങനെ പറയണം. ഇനി ഫാൻ ഓഫ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ തന്നെ പറയാം. ഇനി നിങ്ങൾക്ക് ഭയങ്കര ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് പോകാൻ വേണ്ടി കുട വേണം. കുടയില്ലാതെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ വീട്ടിൽ അമ്മയുടെ അടുത്ത് കുടമൊന്നും എടുത്തുകൊണ്ട് തരാൻ, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് ആരുടെങ്കിലും കുടയൊന്നും എടുത്തുകൊണ്ട് തരാൻ വേണ്ടി പറയുകയാണെങ്കിൽ എങ്ങനെ പറയണമെന്ന് ഞാൻ പറയാം. അല്ല പുറത്തല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലകത്തുള്ള ആരെങ്കിലും അടുത്ത്, ഇപ്പോൾ ചേട്ടൻ്റെ അടുത്തോ അനിയത്തിയുടെ അടുത്തോ ആരുടെയെങ്കിലും അടുത്ത് കുട എടുത്തുകൊണ്ട് തരാനാണ്, ജോലിക്കാരനടുത്തോ ആരുടെയെങ്കിലും അടുത്ത് കുട എടുത്തുകൊണ്ട് വരാനാണെങ്കിൽ अरे वहाँ से छतरी लेकर आओ, मुझे बाहर जाना है, बाहर बारिश है इसलिए मुझे छतरी चाहिए എന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്ത് പോകണം, ഒരു കുടമൊന്നും എടുത്തെടുത്താൽ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അല്ല നിങ്ങൾക്ക് എളുപ്പം പറയാനാണെങ്കിൽ ഇങ്ങനെ പറയാം, वो छतरी लेकर आओ, मुझे बाहर जाना था, बाहर बारिश है, वो छतरी दे दो, वो छतरी दे दो. അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞാലും മതി, തും वो छतरी मुझे दे दो, वो छतरी दे दो എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ കുട എനിക്ക് തരാനാണ് പറഞ്ഞു. അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ എളുപ്പത്തിൽ സംസാരിക്കാം. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ പറയാൻ പറ്റും. അപ്പം ഞാനിനി നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ഹിന്ദിയിൽ പറയാം, അത് നിങ്ങൾ മലയാളത്തിൽ കമൻറ്റിലൂടെ പറയണം അതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത്. അറിയാവുന്നവരാണെങ്കിലും അറിയത്തില്ലല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞോ, കുഴപ്പമില്ല. എന്താണേലും നിങ്ങൾ അതിനുള്ള ഉത്തരം പറയണം. ഞാൻ പറയാം. ഇപ്പം अरे राहुल वो ट्रेन छूट गया, अरे राहुल वो ट्रेन छूट गया, अभी कितने बजे को ट्रेन है, अभी दोबारा कितने बजे को ट्रेन है, अरे राहुल वो ट्रेन छूट गया, अभी दोबारा कितने बजे को ट्रेन है എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, अरे राहुल वो ट्रेन छूट गया, फिर से कब ट्रेन मिलेगा मुंबई जाने के लिए എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾ പറയണം. अरे राहुल वो ट्रेन छूट गया, दोबारा मुंबई जाने के लिए कब ट्रेन है എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾ ഹിന്ദിയിൽ പറയണം. അല്ല മലയാളത്തിൽ പറയണം. ഞാൻ ഹിന്ദിയിലാണ് പറഞ്ഞത്. അതുപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം കൊണ്ട് ചോദിക്കാം. അടുത്തെവിടെയാണ് എയർപോർട്ട്, എളുപ്പത്തിൽ അങ്ങോട്ട് പോകാൻ ഇവിടുന്ന് വണ്ടി വല്ലതും കിട്ടുമോ? ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ഹിന്ദിയിൽ ചോദിച്ച ക്വസ്റ്റ്യനും ഒന്ന് മലയാളത്തിൽ ചോദിച്ച ക്വസ്റ്റ്യനും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഉത്തരം നിങ്ങൾ അറിയാമെങ്കിലും ഇല്ലെങ്കിലും ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോ. അറിയാമെങ്കിൽ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് മനസ്സിലായത് എങ്ങനെയാണോ ആ രീതിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ടോ അതോ ഓർത്ത് വെക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഉത്തരം പറയാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണൊക്കെ ഓൺ ചെയ്യണം, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താലേ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു കൂട്ടുകാരെ. അപ്പോൾ ടാറ്റാ, ലൈക്ക് ചെയ്തോ.